എല്ലാവർക്കും നമസ്കാരം. MRHൻ്റെ മാരത്തോൺ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു മാരത്തോൺ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സമ്മറ്റീവ് അസസ്മെൻറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നിലവിൽ നമുക്ക് 2 മൊഡ്യൂൾസാണ് വരുന്നത്. സമ്മറ്റീവ് അസസ്മെൻറ്റ് 1ൽ CO1 അതുപോലെ തന്നെ CO2. CO1ൽ 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, CO2ൽ 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ CO1ൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, CO2ൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ SA1 സമ്മറ്റീവ് അസസ്മെൻറ്റ് 1 എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2 മൊഡ്യൂളുകളിൽ നിന്നായി പ്രധാനപ്പെട്ട 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ട 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം കോഴ്സ് ഔട്ട്കം 1ലെ കാര്യങ്ങൾ നോക്കാം. ഐഡൻറ്റിഫൈ ഫ്യൂവൽ സിസ്റ്റംസ് എംപ്ലോയിഡ് ഇൻ പെട്രോൾ വെഹിക്കിൾ. ഒരു പെട്രോൾ വാഹനത്തിൽ ഫ്യൂവൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഫ്യൂവൽ ടാങ്കിലുള്ള പെട്രോൾ എങ്ങനെയാണ് എൻജിൻ സിലിണ്ടറിലേക്ക് എത്തുന്നത്, ഏതൊക്കെ ഭാഗങ്ങൾ അതിനിടയിൽ വരുന്നുണ്ട്, അവ എന്തെല്ലാം തരത്തിലുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നവംബർ 2022 നടന്ന പരീക്ഷയിൽ 1 മാർക്കും 3 മാർക്കും 7 മാർക്കുമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് സ്റ്റോഷിയോമെട്രിക് എയർ ഫ്യൂവൽ റേഷ്യോ ഇൻ പെട്രോൾ എൻജിൻ. രണ്ടാമത്തത് വാട്ട് ഈസ് ECU. മൂന്നാമത്തത് വാട്ട് ഈസ് ബട്ടർഫ്ലൈ വാൽവ് ആൻഡ് വേർ ഈസ് ഇറ്റ് യൂസ്ഡ് ഇൻ ദ കാർബറേറ്റർ. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസാണ് നവംബർ 2022 1 മാർക്കിന് ചോദിച്ചത്. അതുപോലെ പാർട്ട് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെഞ്ചുറി, കാർബറേറ്ററിലെ വെഞ്ചുറിയുടെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഡിലിങ്ങിൽ നമ്മൾ എന്തുകൊണ്ടാണ് റിച്ച് മിക്സ്ചർ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പാർട്ട് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 മാർക്കിന് മൾട്ടി പോയിൻ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. OBD ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ OBD എന്ന് പറയുന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 7 മാർക്കിന്. അതുപോലെ സിമ്പിൾ കാർബറേറ്റർ വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നവംബർ 2022 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. സോ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമായി കാണിക്കുന്നത്. നവംബർ 2023 എടുത്തു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചർ സപ്ലൈഡ് ടു ദ എൻജിൻ ഈസ് കൺട്രോൾഡ് ബൈ ദ ഡാഷ് വാൽവ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് പവർ. അതായത് ഈ ഒരു ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചർ എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഏതൊരു വാൽവാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫ്ലോട്ട് ഇൻ എ കാർബറേറ്റർ. ഒരു കാർബറേറ്ററിലെ ഫ്ലോട്ട് ചേമ്പറിനകത്ത് ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം വരും. അതിൻ്റെ മെറ്റീരിയൽ എന്താണെന്നുള്ളത് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ബ്രാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ളൊക്കെ മെറ്റീരിയൽ ആയിരിക്കും. പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം വരുന്നത്. അതുപോലെ 3 മാർക്കിന് വന്നു കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ദ ഫങ്ഷൻസ് ഓഫ് കാർബറേറ്റർ. കാർബറേറ്ററിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SU ഇലക്ട്രിക്കൽ പമ്പ് വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വന്നിട്ടുണ്ട്. 2022 AC മെക്കാനിക്കൽ പമ്പാണ് ചോദിച്ചതെങ്കിൽ 2023 ചോദിച്ചിരിക്കുന്നത് SU ഇലക്ട്രിക്കൽ പമ്പാണ്. SU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നേഴ്സ് യൂണിയൻ. അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്കിൽ ബാഫിൾ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം സ്ലോഷിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട് ആൻഡ് ഫോർത്ത് ഒരു മൂവ്മെൻറ്റ് അതിനുണ്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാഫിൾ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ സി പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രോ ദ കൺവെൻഷണൽ ഫ്യൂവൽ സിസ്റ്റം എംപ്ലോയിഡ് ഇൻ പെട്രോൾ വെഹിക്കിൾ. പെട്രോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ ഫ്യൂവൽ സിസ്റ്റം, അതായത് ടാങ്ക് മുതൽ ഫ്യൂവൽ ഫിൽട്ടർ, ഫ്യൂവൽ പമ്പ്, കാർബറേറ്റർ, അങ്ങനെ എയർ ക്ലീനർ, അതുപോലെ എൻജിൻ, ഇങ്ങനെ ആ ഒരു ലേ ഔട്ട് വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ആൻഡ് ലേബൽ ദ പാർട്സ്. ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് MPFA ഒക്കെ ആയി ബന്ധപ്പെട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നോക്കി കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ആക്ച്വേറ്റേഴ്സ് യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്. അറിയാം, ഒരു ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ സെൻസേഴ്സ് ഉണ്ടായിരിക്കും, ECU ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആക്ച്വേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആക്ച്വേറ്റേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഈ ഫ്യൂൽ ഇഞ്ചക്ടറൊക്കെ ഒരു ആക്ച്വേറ്ററാണ്. അപ്പോൾ ആ രീതിയിൽ ആക്ച്വേറ്ററിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത് 7 മാർക്കിന്. 2024 നവംബറിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അവിടെ മൊഡ്യൂൾ 1 നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റോഷ്യോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ ഓഫ് പെട്രോൾ ഫ്യൂൽ ഈസ്. പെട്രോൾ ഫ്യൂലിൻ്റെ എയർ ഫ്യൂൽ റേഷ്യോ, സ്റ്റോഷ്യോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു. നമുക്കറിയാം 14.7:1. 14 പാർട്ട് എയറിലേക്ക് ഒരു പാർട്ട് ഫ്യൂൽ ആഡ് ചെയ്ത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ബൈ വെയ്റ്റ് അത്രയും പാർട്ട് എടുത്ത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കമ്പഷൻ സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റോഷ്യോമെട്രിക് എയർ ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ലീൻ മിക്സറും റിച്ച് മിക്സറും ഒക്കെ പറയാറുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് എയർ ക്ലീനേഴ്സ് യൂസ്ഡ് ഇൻ പെട്രോൾ വെഹിക്കിൾ. പെട്രോൾ വെഹിക്കിൾ ഉപയോഗിക്കുന്ന 2 തരം എയർ ക്ലീനേഴ്സ്. അപ്പോൾ അത് ഓയിൽ ബാത്ത് ടൈപ്പ്, അതുപോലെ തന്നെ ഡ്രൈ ടൈപ്പ്, അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി ടൈപ്പ്, ലൈറ്റ് ഡ്യൂട്ടി ടൈപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ പെട്രോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന, പെട്രോൾ എൻജിൻസിൽ വരുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എയർ ക്ലീനേഴ്സിൻ്റെ പേര് ജസ്റ്റ് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 മാർക്കാണ്. 3 മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 2024 പാർട്ട് എയിൽ നിന്നും പാർട്ട് ബിയിൽ CO1 നിന്നും ഒരു ക്വസ്റ്റ്യനാണ് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ റിച്ച് മിക്സർ ആൻഡ് ലീൻ മിക്സർ വിത്ത് എക്സാമ്പിൾ. റിച്ച് മിക്സർ എന്താണ്, ലീൻ മിക്സർ എന്താണ്, അതൊരു എക്സാമ്പിളോട് കൂടിയിട്ട് വിവരിക്കുക എന്നുള്ളതാണ് ഇവിടെ പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്നത്. പാർട്ട് സിയിൽ 7 മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് ചോദിച്ചിട്ടുണ്ട്. AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് 2022 AC മെക്കാനിക്കൽ ഫ്യൂൽ പമ്പ് എന്ന് പറയുന്നത് പാർട്ട് ബിയിൽ ഡ്രോയിങ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പാർട്ട് സിയിൽ വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് സിമ്പിൾ കാർബറേറ്റർ. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ കാർബറേറ്ററെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് SU ഇലക്ട്രിക്കൽ പമ്പ് വിത്ത് നീറ്റ് സ്കെച്ച്. SU ഇലക്ട്രിക്കൽ പമ്പ് 2023 പാർട്ട് ബിയിൽ വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വന്നിട്ടുണ്ടായിരുന്നു. 2024 7 മാർക്കിന് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ ആയിട്ട് വന്നിട്ടുണ്ട്. 4മതൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വിത്ത് നീറ്റ് സ്കെച്ച്. ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ അതായത് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി നമ്മളുടെ ഒരു ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 7 മാർക്ക്, അതുപോലെ തന്നെ 2 3 മാർക്ക്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ നീറ്റ് സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ സിമ്പിൾ കാർബറേറ്റർ. എന്താണ് ഒരു സിമ്പിൾ കാർബറേറ്ററിൻ്റെ ചിത്രം, നീറ്റായിട്ടുള്ളൊരു ചിത്രം വരയ്ക്കുക, അതുപോലെ തന്നെ അത് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഇവിടെ നമുക്കൊരു സിമ്പിൾ കാർബറേറ്ററിൻ്റെ ഡ്രോയിങ് കാണാൻ പറ്റും. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ ഒരു വെഞ്ചുറി പോർഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിൻ്റെ പോർഷനും വരുന്നുണ്ട്. സോ ഇതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പമ്പിൽ നിന്നും വരുന്ന ഫ്യൂയൽ ഇതിലൂടെ വരും. ഫ്യൂയൽ എന്ന് പറഞ്ഞ് കാണാം. നേരെ ഫ്ലോട്ട് ചേമ്പറിലേക്ക് ചാടും. ഫ്ലോട്ട് ചേമ്പറിലേക്ക് ചാടുന്ന സമയത്ത് ആ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഫ്ലോട്ടാണ്. ഈ ഫ്ലോട്ട് പൊങ്ങി കിടക്കുന്ന ഒരു ഭാഗമാണ്. സോ ഇത് ഒരു പർട്ടിക്കുലർ ലെവലിൽ ഫ്യൂയൽ എത്തുന്ന സമയത്ത് ആ ഒരു ഫ്ലോട്ട് വന്ന് ആ ഒരു വഴി ക്ലോസ് ചെയ്യുന്നു. അതായത് ആ ഫ്യൂയൽ വരുന്ന ആ ഒരു ഭാഗം ക്ലോസ് ചെയ്യുന്നു. അതുപോലെ ഫ്ലോട്ട് ചേമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു എയർ വെൻറ്റ് പോർഷൻ വരുന്നുണ്ട്. സോ ഈ എയർ വെൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അകത്തും പുറത്തും, ആ ഫ്ലോട്ട് ചേമ്പറിനകത്തും അതുപോലെ തന്നെ പുറത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഒരു വെഞ്ചുറി അസംബ്ലിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ ഫ്ലോട്ട് ചേമ്പറിൽ നിന്നും ഒരു പൈപ്പ്, ഒരു നോസിൽ, അത് വെഞ്ചുറിയുടെ കറക്റ്റ് സെൻറ്റർ പോർഷനിലേക്കായി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേര് എയർ ഹോൺ എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു ഡയമീറ്റർ വേരി ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ വെഞ്ചുറി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഈ സെൻറ്റർ പോർഷൻ നമ്മൾ വിളിക്കുന്നത്
ത്രോട്ട് എന്നാണ്, ത്രോട്ട്. അപ്പോൾ ഈ ത്രോട്ടിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് ആര് നിൽക്കുന്നത്, ആ ഒരു നോസിലിൻ്റെ എൻഡ് ഇവിടെ നിലവിൽ നിൽക്കുന്നത്. 2 വാൽവുകൾ നമുക്കിവിടെ കാണാം. ഫസ്റ്റ് വാൽവ് എന്ന് പറയുന്നത് ചോക്ക് വാൽവാണ്, രണ്ടാമത് എന്ന് പറയുന്നത് ത്രോട്ടിൽ വാൽവാണ്. സോ ഈ ചോക്ക് വാൽവും ത്രോട്ടിൽ വാൽവും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോക്ക് വാൽവ് എയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എയർ സപ്ലൈയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അത് എല്ലാ സമയത്തും ഓപ്പൺ ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ത്രോട്ടിൽ വാൽവ് എന്ന് പറയുന്നത് എയർ ഫ്യൂവൽ മിക്സ്ചറിനെ, എൻജിൻ സിലിണ്ടറിലേക്ക് പോകുന്ന എയർ ഫ്യൂവൽ മിക്സ്ചറിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ത്രോട്ടിൽ വാൽവ്. സോ നമുക്കിവിടെ കാണാൻ പറ്റും, മേലെന്ന് വരുന്നത് എയറാണ്, പിന്നെ താഴെ നിന്ന് പോകുന്നത് എയറും പ്ലസ് ഫ്യൂവലും കൂടെ ചേർന്നിട്ടാണ് പോകുന്നത്. ത്രോട്ടിൽ വാൽവ് ഒരു പാർഷ്യലി ഒരു ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്കാനർ കാണാൻ പറ്റും. ഈ സ്കാനർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിമ്പിൾ കാർബറേറ്ററിൻ്റെ വീഡിയോ ഞാൻ തന്നെ ചെയ്ത വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, അതിലേക്ക് പോവും. അവിടെ കുറച്ചും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് കാണേണ്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ എയർ ഈ ഒരു വെഞ്ചുറിയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, വെഞ്ചുറി പ്രിൻസിപ്പിൾ നമുക്കറിയാം, അവിടെ വരുന്നത് ബെർണോളിസ് തിയറാണ് അല്ലേ, ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. അതായത് ഇവിടെ വെലോസിറ്റി, എയറിൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ ഇവിടെ പ്രഷർ കുറയും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നിലവിൽ അവിടെ വരുന്നത്. സോ നമ്മൾ ഈ ഒരു ഭാഗത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് കുറച്ച് കൊടുത്തിരിക്കുകയാണ്. സോ എൻജിൻ സക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എയർ ഇതിലൂടെ പാസ് ചെയ്യുന്നു. എയർ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഡയമീറ്റർ കുറച്ചിട്ടുണ്ട്, ആ ഒരു എയർ ഹോണിൻ്റെ ഡയമീറ്റർ കുറച്ചിട്ടുണ്ട്. സോ ആ ഭാഗത്തെത്തുന്ന സമയത്ത് ആ എയറിൻ്റെ വെലോസിറ്റി കൂടും, വേഗത കൂടും. വേഗത കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഏരിയയിൽ ഒരു പ്രഷർ ഡ്രോപ്പ് ക്രിയേറ്റ് ആവും. അപ്പോൾ ആ പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോട്ട് ചേമ്പറിനകത്തുള്ള പ്രഷറിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും ഈ ഭാഗത്തുണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഫ്യൂവൽ എന്ത് ചെയ്യും, ഇതിലൂടെ വന്ന് ഈ ഒരു നോസിലൂടെ പുറത്തേക്ക് സ്പ്രേ ചെയ്യും. അല്ലെങ്കിൽ ഫ്യൂവൽ ഇങ്ങോട്ട് സ്പ്രേ ചെയ്യാനുള്ള കാരണമാവും ഈ ഒരു പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ എയർ ഇതിലൂടെ വളരെ വലിയ വെലോസിറ്റിയിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എയറുമായിട്ട് ഈ ഒരു ഫ്യൂവൽ മിക്സ് ആവുകയും അത് നേരെ എൻജിൻ സിലിണ്ടറിനകത്തേക്ക് സപ്ലൈ ആവുകയും ചെയ്യും. സോ ഈ രീതിയിലാണ് ഈ ഒരു വെഞ്ചുറിയുടെ ഭാഗത്ത് പ്രവർത്തനം നടക്കുന്നത്. സോ ഇവിടെ ഒരു ഫ്യൂവൽ ജെറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നിലവിൽ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ഒരു പ്രഷർ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ നോസിൽ പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത് ഏകദേശം ആ ഒരു ഫ്യൂവലിൻ്റെ ലെവലിൽ തന്നെ, ഫ്ലോട്ട് ചേമ്പറിനകത്തുള്ള ഫ്യൂവലിൻ്റെ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് ആ നോസിൽ പോർഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഒരു കാർബറേറ്റർ നിലവിൽ വർക്ക് ചെയ്യുന്നത്. ഈ കാർബറേറ്ററിൻ്റെ ഡ്രോയിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കാർബറേറ്റർ. 3 മാർക്കിനും അതുപോലെ തന്നെ 7 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രോയിങ് വളരെ വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. എന്നിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ ആ ഒരു രീതി തന്നെ ചെയ്യുക. അപ്പോൾ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ സിമ്പിൾ കാർബറേറ്റർ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 മാർക്കിന് വരുമ്പോൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. കാർബറേറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻസ്. സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI എഞ്ചിൻ, അതായത് പെട്രോൾ എഞ്ചിൻ, ടു മിക്സ് ദ അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ ബിഫോർ ഇറ്റ് എൻറ്റേഴ്സ് ദ എഞ്ചിൻ സിലിണ്ടർ. അപ്പോൾ കാർബറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, എയറിനെയും ഫ്യൂവലിനെയും കൂടെ മിക്സ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ മിക്സ് ചെയ്ത് അത് എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തിക്കാൻ വേണ്ടി, എഞ്ചിൻ സിലിണ്ടറിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിൻ്റെ തൊട്ട് മുൻപായിട്ട് വെക്കുന്ന ഒരു ഡിവൈസാണ് കാർബറേറ്റർ എന്ന് പറയുന്നത്. എ സിമ്പിൾ കാർബറേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഓൾഡർ പെട്രോൾ എഞ്ചിൻസ് ആൻഡ് വർക്ക്സ് ഓൺ ദ ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഒരു സിമ്പിൾ കാർബറേറ്റർ വർക്ക് ചെയ്യുന്നത്. അത് പഴയ തരം പെട്രോൾ വാഹനങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് നമുക്ക് കാണാൻ പറ്റുക. ടോട്ടലി ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇവിടെ മെയിൻ പാർട്സ്, സിമ്പിൾ കാർബറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫ്ലോട്ട് ചേമ്പറിൻ്റെ പോയിൻ്റ് പറയുന്നത് മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ഫ്യൂവൽ ലെവൽ യൂസിങ് എ ഫ്ലോട്ട് ആൻഡ് നീഡിൽ വാൽവ് അല്ലേ. അതിനകത്തൊരു കോൺസ്റ്റൻറ്റ് ഫ്യൂവൽ ലെവലിൽ ഫ്യൂവലിനെ ഒരു ലെവലിൽ നിർത്തുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് ചേമ്പർ ഉപയോഗിക്കുന്നത്. വെഞ്ചുറി എന്ന് പറയുന്നത് ഒരു നാരോ സെക്ഷനാണ്, വേറെ എയർ വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡ്രോപ്പ്. ഒരു നാരോ സെക്ഷനെയാണ് നമ്മൾ വെഞ്ചുറി പോർഷൻ എന്ന് പറയുന്നത്.
ഫ്യൂൽ ജെറ്റ് അല്ലെങ്കിൽ അതിനെ നോസിൽ എന്ന് പറയും. ഡെലിവേഴ്സ് ഫ്യൂവൽ ഇൻ ടു ദ എയർ സ്ട്രീം. എയർ വരുന്ന ആ എയറിലേക്ക് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്യൂവൽ ജെറ്റ് അല്ലെങ്കിൽ നോസിൽ എന്ന് പറയുന്ന ഭാഗം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ത്രോട്ടിൽ വാൽവ്. ത്രോട്ടിൽ വാൽവ് എന്ന് പറയുന്നത് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ എൻറ്ററിങ് ദ എൻജിൻ. ചോക്ക് വാൽവ് എന്ന് പറയുന്നത് എയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ത്രോട്ടിൽ വാൽവ് എന്ന് പറയുന്നത് എയർ ഫ്യൂവൽ മിക്സ്ചർ എൻജിൻ സിലിണ്ടറിലേക്ക് എൻ്റർ ആവുന്നതിന് തൊട്ട് മുന്നേ ആക്സിലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ഭാഗമാണ് ത്രോട്ടിൽ വാൽവ് എന്ന് പറയുന്നത്. അതേസമയത്ത് ചോക്ക് വാൽവ് എന്താണ്? ഹെൽപ്സ് ഇൻ സ്റ്റാർട്ടിങ് ദ എൻജിൻ ഇൻ കോൾഡ് കണ്ടീഷൻ ബൈ എൻറിച്ചിങ് ദ മിക്സ്ചർ. കോൾഡ് കണ്ടീഷനൊക്കെ വരുമ്പോൾ വാഹനം സ്റ്റാർട്ടാവാത്തൊരു അവസ്ഥയ്ക്ക് വരുമ്പോൾ നമ്മൾ ചോക്ക് ഉപയോഗിക്കും. ചോക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ചോക്ക് പോർഷൻ, ഈ ഒരു ചോക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി ക്ലോസ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഈ ഭാഗം ക്ലോസ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എയറിൻ്റെ എൻട്രി എന്ന് പറയുന്നത് കുറയുകയും സ്വാഭാവികമായിട്ടും ഫ്യൂവലിൻ്റെ അളവ് കൂടുകയും റിച്ച് മിക്സ്ചർ എൻജിൻ സിലിണ്ടറിലേക്ക് കിട്ടും, എൻജിൻ വേഗം സ്റ്റാർട്ടാവുകയും ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. വർക്കിംഗ് എന്താണ് പറയുന്നത്? വർക്കിംഗ് പറയുന്നത് വെൻ ദ എൻജിൻ റൺസ് എയർ ഈസ് സക്ഡ് ത്രൂ ദ എയർ ഇൻടേക്ക് ആൻഡ് പാസസ് ത്രൂ ദ വെഞ്ചുറി. എയർ എൻജിൻ നമ്മൾ റൺ ചെയ്യിക്കാൻ നോക്കുന്ന സമയത്ത് എന്താണ്? സക്ഷൻ സ്ട്രോക്ക് സംഭവിക്കുകയും എയറിനെ ഇങ്ങനെ വലിച്ചെടുക്കുകയും ചെയ്യും. കാർബറേറ്ററിൻ്റെ ആ ഒരു വെഞ്ചുറി പോർഷനിലൂടെ എയറിനെ വലിച്ചെടുക്കുകയും ചെയ്യും. സോ അതെന്തിന് കാരണമാവും? ദ ഹൈ വെലോസിറ്റി എയർ ക്രിയേറ്റ്സ് എ ലോ പ്രഷർ അറ്റ് ദ വെഞ്ചുറി ത്രോട്ട്. വെഞ്ചുറിയുടെ ത്രോട്ട് ഭാഗത്ത് എന്തുണ്ടാവും? ഒരു ലോ പ്രഷർ ഏരിയ അതുണ്ടാക്കുന്നതിന് കാരണമാവും. കാരണം അതിലൂടെ ഹൈ വെലോസിറ്റിയിൽ എയർ കടന്നു പോകുന്നത് കൊണ്ട് അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് നിലവിലുണ്ടാവും. ഡ്യൂ ടു ദിസ് പ്രഷർ ഡിഫറൻസ് ഫ്യൂവൽ ഈസ് ഡ്രോൺ ഫ്രം ദ ഫ്ലോട്ട് ചേംബർ ത്രൂ ദ ഫ്യൂവൽ ജെറ്റ്. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ലോ പ്രഷർ ഏരിയ കാരണം ഫ്യൂവൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചേംബറിൽ നിന്നും ആ ഒരു വെഞ്ചുറി പോർഷനിലേക്ക് ഫ്യൂവൽ വന്ന് സ്പ്രേ ചെയ്യുന്നതിന് കാരണമാവും. എയർ ആൻഡ് ഫ്യൂവൽ മിക്സ് ടു ഫോം എ ഫൈൻ മിസ്റ്റ് വിച്ച് ഈസ് ദെൻ സെൻഡ് ടു ദ എൻജിൻ സിലിണ്ടർ. അവിടെ എയറും ഫ്യൂവലും കൂടെ ചേർന്നിട്ടൊരു ഫൈൻ മിസ്റ്റ് ആയിട്ടുള്ളൊരു ഫോമിൽ ക്രിയേറ്റ് ആവുകയും അത് എൻജിൻ സിലിണ്ടറിലേക്ക് സപ്ലൈ ആവുകയും ചെയ്യും. ദ ത്രോട്ടിൽ വാൽവ് റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് മിക്സ്ചർ ഡെലിവേർഡ് ഡിപ്പെൻഡിങ് ഓൺ ദ പവർ നീഡ്. എത്ര പവറാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ത്രോട്ടിൽ വാൽവ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും നമുക്ക് ആക്സിലേറ്റർ വെച്ച് ഓപ്പൺ ആക്കുകയും ക്ലോസ് ആക്കുകയും ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു എമൗണ്ട് ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ നിലവിലുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 7 മാർക്കിന് ഒരു സിമ്പിൾ കാർബറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ നീറ്റായിട്ട് ആ ഡ്രോയിങ് ചെയ്യണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വളരെ നീറ്റായി തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഇങ്ങനെ ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോഴേ അതിൻ്റെ ഫുൾ മാർക്ക് 7 മാർക്ക് നമുക്ക് നിലവിൽ കിട്ടുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ആൻഡ് മാർക്ക് ദ പാർട്സ് ഓഫ് SU ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പ്. അപ്പോൾ ഇത് 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇത് ഡ്രോ ചെയ്ത് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലെന്താണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രോയിങ് കാണാം. അതുപോലെ തന്നെ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു സ്കാനർ കോഡ് കാണാം. ഈ സ്കാനർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റഡായിട്ട് കാണണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ വീഡിയോ ആയിട്ട്. നമ്മളെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അത് ഈ ഡ്രോയിങ് നല്ല വൃത്തിയിൽ വരച്ച് ഭാഗങ്ങൾ ഈ രീതിയിൽ തന്നെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് വർക്ക് ചെയ്യുന്നത് SU ഇലക്ട്രിക്കൽ പമ്പ് എന്ന് പറയുന്നത് ടാങ്കിൽ നിന്നും ഫ്യൂവലിനെ എടുത്ത് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രിക്കൽ പമ്പാണ് SU ഇലക്ട്രിക്കൽ പമ്പ് എന്ന് പറയുന്നത്. സ്കിന്നേഴ്സ് യൂണിയൻ എന്നാണ് SU എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കൽ പമ്പായതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. AC മെക്കാനിക്കൽ പമ്പ് എൻജിൻ്റെ ബ്ലോക്കിലോ അല്ലെങ്കിൽ എൻജിൻ്റെ ഏതെങ്കിലും ഭാഗത്താണ് ഘടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ തന്നെ SU ഇലക്ട്രിക്കൽ പമ്പിന് അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് വാഹനത്തിൽ എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. സാധാരണ അത് ടാങ്കിനുള്ളിൽ തന്നെ ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ കാരണം അത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് കിട്ടുമ്പോൾ അത് വർക്ക് ചെയ്ത് തുടങ്ങിക്കോളും. AC മെക്കാനിക്കൽ പമ്പ് അങ്ങനെയല്ല. അത് മെക്കാനിക്കൽ പമ്പാണ്. ക്യാം ഷാഫ്റ്റിൽ എക്സെൻട്രിക് ക്യാം ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യാം ഷാഫ്റ്റിന് തൊട്ടടുത്ത് എൻജിൻ്റെ ബ്ലോക്കിൽ തന്നെ വരേണ്ടത് നിർബന്ധമാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. സെൻറ്ററിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു പുൾ റോഡ് പോയിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ഒരു കോണ്ടാക്ട് ബ്രേക്കർ ഇവിടെ കാണാൻ പറ്റും. ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ കണക്ഷൻ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നതും എർത്ത് കണക്ഷൻ ഇവിടെ വരുന്നതും കാണാം. താഴെ ഒരു ഡയഫ്രം വരുന്നത് കാണാം. ഡയഫ്രത്തിന് തൊട്ട് മുകളിലായിട്ടൊരു ആർമേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്.
അതുപോലെ ഒരു ചേംബർ, ഒരു പമ്പിങ് ചേംബർ താഴെ വരുന്നത് കാണാൻ പറ്റും. 2 വാൽവുകൾ, ഇൻലെറ്റ് വാൽവ് അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് വാൽവ്, ഇങ്ങനെ 2 വാൽവുകളും കാണാൻ പറ്റും. സോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു പമ്പ് പ്രവർത്തനം ആരംഭിക്കും. കാരണം ഇഗ്നീഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സോളിനോയിഡിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോവുകയും ഈ ഒരു സോളിനോയിഡ് മാഗ്നറ്റൈസ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്ന സോളിനോയിഡ് എന്തിന് കാരണമാവും? ആർമേച്ചറിൻ്റെ മുകളിലേക്ക് വലിക്കുന്നതിന് കാരണമാവും. അവിടെ ഒരു സ്പ്രിങ് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സ്പ്രിങ് എന്ന് പറയുന്നത് ആർമേച്ചർ അല്ലെങ്കിൽ ഡയഫ്രം റിട്ടേൺ സ്പ്രിങ് ആണത്. അപ്പോൾ ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആർമേച്ചർ മുകളിലേക്ക് നീങ്ങുകയും ഈ ഡയഫ്രം അത് കാരണം മുകളിലേക്ക് നീങ്ങുന്നതിനും കാരണമാവും. അങ്ങനെ ഡയഫ്രം മുകളിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും ഈ ഒരു പമ്പിങ് ചേമ്പറിൽ ഒരു വാക്വം ക്രിയേറ്റ് ആവും. ഒരു പാർഷ്യൽ വാക്വം നിലവിൽ ക്രിയേറ്റ് ആവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂവൽ ഈ ഒരു പമ്പിങ് ചേമ്പറിലേക്ക് കയറുകയും അതുപോലെ തന്നെ ഇവിടെ ഫ്യൂവൽ ട്രാപ്പ് ആവുകയും ചെയ്യും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മുകളിലേക്ക് ഈ ഒരു ഡയഫ്രം മൂവ് ആകുമ്പോൾ ഇതിനുള്ളിലുണ്ടാവുന്ന ആ ഒരു വാക്വം കാരണം ഈ ഒരു വാൽവ് ഓപ്പൺ ആവും. ഇപ്പോൾ ഫ്യൂവൽ ഔട്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് ഔട്ടല്ല, ഇത് ശരിക്കും ഇന്നാണ്. ഇവിടെയാണ് ഇന്ന് വരുന്നത്, ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഔട്ട് വരുന്നത്. കാരണം ഈ ഒരു ഡ്രോയിങ്ങിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇന്നും ഔട്ടും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വാക്വം കാരണം ഇതിലൂടെ ഫ്യൂവലിങ്ങളുടെ അകത്തേക്ക് കയറുകയും അതുപോലത്തെ, കാരണം ഈ വാൽവ് ഇവിടെ നിന്ന് എണീറ്റ് കൊടുക്കും. ഈ വാൽവ് എന്ത് ചെയ്യും? ഇതിലേക്ക് നന്നായിട്ട് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. സോ ഫ്യൂവൽ ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ ഈ മുകളിലേക്കുള്ള ഡയഫ്രത്തിൻ്റെ നീക്കം എന്ന് പറയുന്നത് ഇവിടെ ഈ കോണ്ടാക്ട് ബ്രേക്കർ ഓപ്പൺ ആവുന്നതിന് കാരണമാവും. കോണ്ടാക്ട് ബ്രേക്കർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിലൂടെയുള്ള ഇലക്ട്രിസിറ്റി കട്ടാവുകയും ഈ സോളിനോയിഡ് വീണ്ടും എനർജൈസ് ആവും. അതായത് അതിൻ്റെ മാഗ്നറ്റിക് ആക്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യും. സോ സ്പ്രിങ്ങിനെ നേരത്തെ കംപ്രസ് ചെയ്തിട്ടാണ് ഇത് മുകളിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ സ്പ്രിങ് കാരണം ഈ ആർമേച്ചർ പോർഷനും അതുപോലെ തന്നെ ഈ ഡയഫ്രം പോർഷനൊക്കെ താഴേക്ക് നീങ്ങുകയും ചെയ്യും. അങ്ങനെ താഴേക്ക് നീങ്ങുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്നത് ഒരു കംപ്രഷനാണ്. ആ കംപ്രഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിനകത്തുള്ള ഫ്യൂവൽ എന്ത് ചെയ്യും? പുറത്തേക്ക് സപ്ലൈ ആവും. കാരണം ആ സമയത്ത് ഈ വാൽവ് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കും, ഈ വാൽവ് ഓപ്പൺ ആവുകയും ചെയ്യും. സോ അതിൽ ആകെ മാറിപ്പോയിട്ടുള്ളത് ആ ഫ്യൂവൽ ഔട്ടും അതുപോലെ തന്നെ ഫ്യൂവൽ ഇൻ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആവണം. ഇതാണ് ഫ്യൂവൽ ഇൻ എന്ന് പറയുന്നത്, ഇതാണ് ഫ്യൂവൽ ഔട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഗൂഗിൾ ചെയ്തെടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. പക്ഷേ അതിലെന്തുണ്ട്? അതിൽ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഫ്യൂവൽ ഇൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗവും ഫ്യൂവൽ ഔട്ട് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ വാൽവ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ആ രീതിയിലായിരിക്കും. കാരണം അത് സീറ്റിലേക്ക് നന്നായിട്ട് ജാമായി നിൽക്കുകയും ആ ഒരു വാക്വം വരുന്ന സമയത്ത് ആ വാൽവ് ഓപ്പൺ ആവുന്നത് ആ സീറ്റിൽ നിന്ന് എണീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ശരിക്കും ആ ഡ്രോയിങ് കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ മുകളിലുള്ള സ്കാനർ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ വീഡിയോ വഴി നിങ്ങൾക്ക് കാണാനും സാധിക്കും. അടുത്തത് നമുക്കിനി നോക്കാനുള്ളത് കോഴ്സ് ഔട്ട്കം 2, അതായത് രണ്ടാമത്തെ മൊഡ്യൂൾ പ്രധാനമായിട്ടും പറയുന്നത് ഇല്യൂസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് ഫ്യൂവൽ സിസ്റ്റം എംപ്ലോയിഡ് ഇൻ ഡീസൽ വെഹിക്കിൾ. ഒരു ഡീസൽ വാഹനത്തിലെ ഒരു ഫ്യൂവൽ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഒന്നാമത്തെ മൊഡ്യൂളിൽ പെട്രോൾ വാഹനങ്ങളിൽ എങ്ങനെയാണ് ടാങ്കിൽ നിന്നും എഞ്ചിനിലേക്ക് പെട്രോൾ എത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തതിൽ ഡീസൽ ടാങ്കിൽ നിന്നും എഞ്ചിനിലേക്ക് എങ്ങനെയാണ് ഡീസൽ എത്തുന്നത്, ഏതൊക്കെ ഭാഗങ്ങൾ അതിനിടയിൽ വരുന്നുണ്ട്, ആ ഓരോ ഭാഗങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഏതെല്ലാം തരം വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും. ആദ്യ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ വൈ ബാഫിൾ പ്ലേറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഫ്യൂവൽ ടാങ്ക്. എന്തുകൊണ്ടാണ് ഫ്യൂവൽ ടാങ്കിനകത്ത് ബാഫിൾ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 7 മാർക്കിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ വിത്ത് എ നീറ്റ് സ്കെച്ച് കൺവെൻഷണൽ ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം. കൺവെൻഷണൽ ആയിട്ടുള്ള ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ആ ഒരു സ്കെച്ച് വരച്ച് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബാഫിൾ പ്ലേറ്റ്സ് ആർ എന്തിനാണ് ബാഫിൾ പ്ലേറ്റുകൾ ഈ ഡീസൽ ടാങ്കിനുള്ളിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ടാങ്കുകൾക്കുള്ളിൽ എന്തിനാണ് ഈ ഒരു ബാഫിൾ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ബാഫിൾ പ്ലേറ്റ്സ് ആർ ഇൻറ്റേർണൽ പാർട്ടീഷൻ ഓർ ബാരിയേഴ്സ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ഫ്യൂവൽ ടാങ്ക്. ഈ ഒരു ഫ്യൂവൽ ടാങ്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഫ്യൂവൽ ടാങ്കിനുള്ളിൽ ഒരു ബാരിയേഴ്സായിട്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്ന രീതിയിൽ വെക്കുന്ന ഒരു സാധനമാണ്
ഈ പ്ലേറ്റുകൾ, ഈ ബാഫിൾ പ്ലേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ബാഫിൾ പ്ലേറ്റുകളുടെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ഫ്യൂവൽ സ്ലോഷിങ് എന്നുള്ളതാണ് അല്ലേ, സ്ലോഷിങ്. അപ്പോൾ എന്താണ്, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, അതിങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്, ഒരു സ്റ്റഡി ആയിട്ട് ഫ്യൂവൽ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബാഫിൾ പ്ലേറ്റുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വേറെ കുറച്ച് പോയിൻറ്റ്സുകൾ നിലവിൽ പറയുന്നുണ്ട്. പിന്നെ വെഹിക്കിൾ ആക്സിലറേറ്റ് ബ്രേക്സ് ഓർ ടേൺസ് ദ ഫ്യൂവൽ ഇൻസൈഡ് ദ ടാങ്ക് മൂവ്സ് റാപ്പിഡ്ലി അല്ലേ. വാഹനങ്ങൾക്ക് ആക്സിലറേഷൻ വരുമ്പോഴും ബ്രേക്ക് ചെയ്യുന്ന സമയത്തും ടേൺ ചെയ്യുന്ന സമയത്തും ഒക്കെ ഫ്യൂവൽ എന്ത് ചെയ്യും, പല രീതിയിൽ ഇങ്ങനെ അതിനുള്ളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ സ്ലോഷിങ് എന്നുള്ള രീതിയിലാണ് പറയുക. ദിസ് മൂവ്മെൻറ്റ് ക്യാൻ കോസ് അൺസ്റ്റേബിൾ ഫ്യൂവൽ ഡെലിവറി ആൻഡ് നോയ്സ്. എന്താണ് ഇതെന്തിന് കാരണമാവും? നമുക്ക് ഫ്യൂവൽ കൃത്യമായ രീതിയിൽ ടാങ്കിൽ നിന്ന് വലിച്ചെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് കാരണമാവും. അതുപോലെ തന്നെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നോയ്സ് നിലവിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, ബാഫിൾ പ്ലേറ്റ്സ് സ്ലോ ഡൗൺ ആൻഡ് കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് ഫ്യൂവൽ. അപ്പോൾ ബാഫിൾ പ്ലേറ്റുകൾ ഇങ്ങനെ സെൻറ്ററിൽ വരുമ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യും, ടോട്ടലി അത് കൺട്രോൾ ചെയ്യും. അപ്പോൾ കൺട്രോൾ ഫ്യൂവൽ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഫ്യൂവലിൻ്റെ ആ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്ലോഷിങ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യും. ഇംപ്രൂവ് വെഹിക്കിൾ സേഫ്റ്റി ആൻഡ് ഹാൻഡ്ലിങ്, വെഹിക്കിളിൻ്റെ സേഫ്റ്റി അതുപോലെ തന്നെ ഹാൻഡിലിങ്ങും. കാരണം ഇപ്പോൾ വലിയ തരം വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ ടാങ്ക് ആയിരിക്കും, അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് ഫ്യൂവൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്യൂവൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ തുളുമ്പിക്കഴിഞ്ഞാൽ അത് ആ വാഹനത്തിൻ്റെ ആ സ്റ്റെബിലിറ്റിനെ തന്നെ ചിലപ്പോൾ സാരമായ രീതിയിൽ ബാധിക്കും. എൻഷ്യൂർ കണ്ടിന്യൂസ് ഫ്യൂവൽ ഡെലിവറി അല്ലേ, ഫ്യൂവൽ കൃത്യമായിട്ട് ഡെലിവറി നടക്കുന്നതിന് ഈ ഒരു ബാഫിൾ പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ അത് കാരണമാവും. കാരണം ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിനർ പോർഷൻ അങ്ങോട്ട് ടാങ്കിനുള്ളിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ സ്ട്രെയിനർ പോർഷനിലേക്ക് ഫ്യൂവലിൻ്റെ ആ ഒരു വശം വരുന്നുണ്ടായിരിക്കില്ല, ഫ്യൂവൽ അതിൽ വലിച്ചെടുക്കാനും പറ്റുന്നുണ്ടാവില്ല. ഇതിങ്ങനെ വരുമ്പോൾ എന്താണ്, പാർട്ടീഷൻ വരുമ്പോൾ എന്താണ്, ഫ്യൂവലിൻ്റെ ആ സ്ട്രെയിനർ പോർഷൻ എപ്പോഴും ഫ്യൂവൽ സപ്ലൈ നടക്കുന്ന ഫസ്റ്റ് ഭാഗമായിട്ടുള്ള സ്ട്രെയിനർ പോർഷൻ എപ്പോഴും ഫ്യൂവലിലേക്ക് ഇങ്ങനെ മുങ്ങി കിടക്കുകയും നമുക്ക് ഫ്യൂവൽ കൃത്യമായിട്ട് വലിച്ചെടുക്കാനും പറ്റും. എൻഷ്യൂർ കണ്ടിന്യൂസ് ഫ്യൂവൽ ഡെലിവറി അല്ലേ, അതാണ് ആ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നാലാമത്തെ എന്താണ്, റെഡ്യൂസ് സ്ട്രക്ചറൽ സ്ട്രെസ് ഓൺ ദ ഫ്യൂവൽ ടാങ്ക്. അപ്പോൾ എന്താണ്, ഫ്യൂവൽ ടാങ്കിലുണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്സ് അല്ലേ, ആ ഒരു സ്ട്രെസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു 3 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നിലവിൽ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, കൺവെൻഷണൽ ഡീസൽ എൻജിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം. ഒരു ഡീസൽ എഞ്ചിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ളൊരു ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എന്താണ് എന്നുള്ളത് ഇവിടെ ഡ്രോയിങ് കാണാൻ പറ്റും. അതിൽ വ്യക്തമായിട്ട് തന്നെ ഓരോ ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രോയിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് വരയ്ക്കണം. എന്തൊക്കെ ഭാഗങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഒന്നാമതായിട്ട് ഫ്യൂവൽ ടാങ്ക്, ഇവിടെ ഫ്യൂവൽ ടാങ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂവൽ ഫീഡ് പമ്പ് FFP എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ട്. ഫ്യൂവൽ ഫിൽട്ടർ വരുന്നുണ്ട്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചക്ടർ ഇവിടെ നമുക്ക് കാണാം. അതുപോലെ ഒരു എയർ ക്ലീനർ ഇവിടെ കാണാം, എയർ അതിലൂടെ വരുന്നു. ഇഞ്ചക്ടർ നേരെ ഡയറക്റ്റ്ലി സിലിണ്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഫ്യൂവൽ ടാങ്കിൽ നിന്നും ഫ്യൂവലിനെ ആദ്യം വലിച്ചെടുക്കുന്ന ആരാണ്? ഫ്യൂവൽ ഫീഡ് പമ്പാണ്. അപ്പോൾ ഈ ഫ്യൂവൽ ഫീഡ് പമ്പിനെ തന്നെ നമ്മൾ ലിഫ്റ്റ് പമ്പ് എന്ന് പറയാറുണ്ട്. ലിഫ്റ്റ് പമ്പ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ പമ്പ് എന്നുള്ള രീതിയിലും പറയാറുണ്ട്. ലിഫ്റ്റ് പമ്പ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ പമ്പ്. അപ്പോൾ ഫ്യൂവലിനെ ടാങ്കിൽ നിന്ന് വലിച്ചെടുക്കുക, എന്നിട്ട് അത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫീഡ് പമ്പിൻ്റെ ഉദ്ദേശം. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് പോകുന്നത് ഫിൽട്ടർ വഴിയാണ്. സോ ഫിൽട്ടറിലൂടെ കയറി പോകുന്ന സമയത്ത് അവിടെ ആ ഒരു ഫിൽട്രേഷൻ, ആ ഒരു ഡസ്റ്റ്, ഡേർട്ട്, അൺവാണ്ടഡ് പാർട്ടിക്കിൾസ്, അബ്രാസീവ് പാർട്ടിക്കിൾസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ റിമൂവ് ചെയ്യപ്പെടും. പിന്നെ നേരെ എത്തുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിലേക്കാണ്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് പറയുന്ന ഒരു ഡീസൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. സോ ഇഞ്ചക്ഷൻ പമ്പാണ് ഹൈ വെലോസിറ്റിയിൽ, അതായത് ഹൈ വെലോസിറ്റിയിലല്ല ഹൈ പ്രഷറിൽ ഈ ഒരു ഫ്യൂവലിനെ, ഡീസൽ ഫ്യൂവലിനെ ഇഞ്ചക്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇഞ്ചക്ടർ എപ്പോഴാണോ ഓപ്പൺ ആവുന്നത് ആ സമയത്ത് സിലിണ്ടറിനകത്തേക്ക് ആ ഫ്യൂവലിനെ സപ്ലൈ ചെയ്യും. സോ നമുക്കൊരു റെഡ് കളറിലൊരു റിട്ടേൺ ലൈൻ അവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും കാരണവശാൽ പ്രഷർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു റിട്ടേൺ ലൈനിലൂടെ എന്ത് ചെയ്യും, ആ ഒരു ഫ്യൂവൽ, കൂടുതലായിട്ടുള്ള പ്രഷറിലുള്ള ഫ്യൂവൽ എന്ത് ചെയ്യും, ടാങ്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയും സിസ്റ്റത്തിനെ യാതൊരു കാരണവശാലും നശിപ്പിക്കാത്ത രീതിയിൽ ആ ഒരു റെഗുലേഷൻ നിലവിൽ നടക്കുകയും ചെയ്യും. സോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ഈ ലോ പ്രഷർ ഫ്യൂവൽ ലൈൻ എവിടെ വരെ വരുന്നുണ്ട്, ഹൈ പ്രഷർ ഫ്യൂവൽ ലൈൻ എവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് വരെ വരുന്നത് ലോ പ്രഷർ ഫ്യൂവൽ ലൈനാണ്. അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നാണ് പിന്നെ ഹൈ പ്രഷറിൽ ഫ്യൂവൽ സപ്ലൈ നിലവിൽ നടക്കുന്നത്.
അപ്പോൾ പ്രധാനമായിട്ടൊരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലാണ്. അത് ഒന്ന് സോളിഡ് ഇഞ്ചക്ഷൻ സിസ്റ്റം, അതുപോലെ തന്നെ മറ്റൊന്ന് എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം. ഒന്നാമത് സോളിഡ് ഇഞ്ചക്ഷൻ സിസ്റ്റം, രണ്ടാമത്തത് എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം. അപ്പോൾ അതിൽ ഈ എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ടോട്ടലി ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ സോളിഡ് ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. അതായത് അതാണ് കുറച്ചുകൂടെ ഇപ്പോൾ ഉപയോഗത്തിൽ ഉള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡ് ഇഞ്ചക്ഷൻ സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സോളിഡ് ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോമൺ റെയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പമ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. അതും പഠിക്കേണ്ട ടോപ്പിക്കുകൾ തന്നെയാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ. അതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത CRDA എന്നുള്ള രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പമ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ ആ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു മെക്കാനിസം എടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ്, അതുപോലെ തന്നെ ജെർക്ക് ടൈപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അതിനെ പറയാൻ പറ്റും. അതും പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. ആ ഭാഗം ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് പറയുന്നത് ഫ്യൂൽ ടാങ്ക്, ഫ്യൂൽ ഫിൽട്ടർ. അത് ഫ്യൂൽ ഫിൽട്ടറിൽ തന്നെ പ്രൈമറി ഉണ്ട്. അത് സെഡിമെൻറ്റേഷൻ ടൈപ്പ് പ്രൈമറി ഫിൽട്ടർ അല്ലെങ്കിൽ പ്രീ ഫിൽട്ടർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയും. പിന്നെ സെക്കൻഡറി പമ്പ് ഉണ്ട്, അതുപോലെ ഫ്യൂൽ ഫീഡ് പമ്പ് ഉണ്ട്. അതിന് നമ്മൾ ലിഫ്റ്റ് പമ്പ്, ട്രാൻസ്ഫർ പമ്പ് എന്നുള്ള രീതിയിലൊക്കെ പറയും. ഇഞ്ചക്ഷൻ പമ്പ് പറയുന്നത് FIP ആണ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്. ഹൈ പ്രഷർ ഫ്യൂൽ ലൈൻസ് വരുന്നുണ്ട്. ഇഞ്ചക്ടർ അല്ലെങ്കിൽ അതിന് ഫ്യൂൽ നോസിൽ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺ ലൈനും നിലവിൽ വരുന്നുണ്ട്. ഇത്രയാണ് ഇവിടെ നിലവിൽ വരുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫ്യൂൽ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഫ്യൂൽ ഫീഡ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിൽ നിന്നും ഫ്യൂവലിനെ വലിച്ചെടുത്ത് അത് പ്രൈമറി ഫിൽട്ടർ വഴി ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫ്യൂൽ ഫീഡ് പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രൈമറി ഫിൽട്ടറിൽ എന്ത് ചെയ്യും, ലാർജ് ഇമ്പ്യൂരിറ്റീസൊക്കെ അവിടെ റിമൂവ് ചെയ്യപ്പെടും. സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറയുന്നത് ഫൈൻ ഇമ്പ്യൂരിറ്റീസൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചക്ഷൻ പമ്പിൻ്റെ എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ എന്തുണ്ടായിരിക്കും, സെക്കൻഡറി ഫ്യൂൽ ഫിൽട്ടർ ഉണ്ടായിരിക്കും. ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുന്നത് ഹൈ പ്രഷറിൽ ഒരു ഫ്യൂവലിനെ ഇഞ്ചക്ടറിലൂടെ കറക്റ്റ് ടൈമിങ്ങിൽ കറക്റ്റ് എമൗണ്ടിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുന്ന ഭാഗം നിലവിൽ വരുന്നത്. ഹൈ പ്രഷർ പൈപ്സ് എന്ന് പറയുന്നത് ഫ്യൂവലിനെ ക്യാരി ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ അത് വളരെ ദൃഢമായിട്ടുള്ളൊരു പൈപ്പ് തന്നെയായിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പ് തന്നെയായിരിക്കും. അത് ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇഞ്ചക്ഷൻ പമ്പിൽ നിന്നും ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് ആ പൈപ്പ് കണക്ഷൻ ഉണ്ടായിരിക്കും. ഇഞ്ചക്ടർ എന്ന് പറയുന്നത് ഡീസലിനെ ആറ്റോമൈസ്ഡ് ആയ രീതിയിൽ സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എൻജിൻ സിലിണ്ടറിനകത്തേക്ക് സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവിടെ വെച്ച് ആ ഒരു മിക്സിങ് നടന്ന് ആ കംപ്രസ്ഡ് എയർ കംപ്രസ്ഡ് എയറുമായിട്ട് ആ ഒരു മിക്സിങ് നടന്ന് അവിടെ എന്തുണ്ടാവുന്നു, അവിടെ ഒരു ബ്ലാസ്റ്റിംഗ് ഉണ്ടാവുകയും പിന്നീട് അതൊരു പവറായിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സസ് ഫ്യൂവൽ എന്ത് ചെയ്യപ്പെടുന്നു, റിട്ടേൺ ലൈൻ വഴി അത് നേരെ എങ്ങോട്ടെത്തുന്നു, ഫ്യൂവൽ ടാങ്കിലേക്ക് തന്നെ തിരിച്ചെത്തണം. അങ്ങനെ ആ ഫ്യൂവല് നമുക്ക് എക്സസ് ആയിട്ട് വന്ന ഫ്യൂവൽ എന്താവുന്നില്ല, നഷ്ടപ്പെടുന്നില്ല, നേരെ ടാങ്കിലേക്ക് തന്നെ നമ്മൾ റിട്ടേൺ ലൈനിലൂടെ കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ രീതിയിലാണ് ഇതൊരു കൺവെൻഷണൽ ഡീസൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ലേഔട്ട് ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെ SA1 മാരത്തോൺ എന്നുള്ള രീതിയിൽ മൊഡ്യൂൾ 1-ൽ നിന്ന് ഒരു 7 മാർക്ക് ഒരു 3 മാർക്കും, മൊഡ്യൂൾ 2-ൽ നിന്ന് ഒരു 7 മാർക്ക് ഒരു 3 മാർക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടോട്ടൽ 4 ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഡിസ്കഷൻസ് നടത്തും. SA2 മാരത്തോൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കഷൻസ് നടത്തും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല ടോപ്പിക്സുകളെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സുകൾ നിലവിലുണ്ടായിരിക്കും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.